ഏപ്രിൽ 21 അബിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ കുട്ടൂസേ. അമ്മച്ചിട്ട് ചക്കരക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ. പിന്നെ പെട്ടെന്ന് കുഞ്ഞൊരു സദ്യ ഒരുക്കി. അധികം കറികളൊന്നുമില്ല, കുറച്ച് കറികളല്ലായിരുന്നു. അപ്പോൾ സൈഷേട്ടന് ജോലിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് സൈഷേട്ടൻ ഉണ്ണാൻ വന്നപ്പോഴാണ് ഇലയിട്ട് അബിക്കുട്ടന് ചോറ് കൊടുത്തത്. അബിക്കുട്ടൻ്റെ പ്രിയ കൂട്ടുകാർ ദിയ ഉണ്ടായിരുന്നു. ദിയ വന്ന ഉടനെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വന്നു. അപ്പോൾ അബിക്കുട്ടനെയും ദിയേനെ ഒരുമിച്ചിരുത്തി ഇലയിൽ ചോറ് കൊടുത്തു. അതിൻ്റെ കൂടെ ദിയയുടെ അനിയനുണ്ട്. അബിക്കുട്ടന് ഇപ്പോൾ 5 വയസ്സായി കേട്ടോ. ദിയയ്ക്കും അതേ പ്രായമാണ്. ഇവർ തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമാണ്. പിന്നെ അത് കഴിഞ്ഞ് സൈഷേട്ടൻ ചോറ് കഴിച്ചിട്ട് ജോലിക്ക് പോയി. വൈകുന്നേരം വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങിയത്. ഞങ്ങൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. വൈകുന്നേരം അമ്പലത്തിൽ പോയി തൊഴുന്നതിന് ശേഷം വേണം അബിക്കുട്ടനുള്ള കേക്കൊക്കെ മേടിക്കണം. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമുള്ള ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആണ്. അധികം ആരെയൊന്നും അറിയിച്ചൊന്നുമില്ല. അബിക്കുട്ടന് അമ്പലത്തിൽ പോയി തൊഴുതു. ഒരു ദേവീക്ഷേത്രമാണ്. അവിടെ പോയി തൊഴുതിട്ട് അബിക്കുട്ടന് ആദ്യം അർച്ചന നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി നല്ലവണ്ണം പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ അബിക്കുട്ടൻ്റെ അർച്ചനയുടെ രസീത് എല്ലാം കൊടുത്തിട്ട് പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ അമ്പലത്തിൽ കുറച്ച് നേരം ഇരുന്നു. അബിക്കുട്ടന് ഞാനും സൈഷേട്ടനുമായിട്ട് അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഒരു മനസ്സിന് ഒരു സുഖമുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കേക്കൊക്കെ മേടിക്കാനും പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് നേരെ പുതുക്കടയ്ക്ക് പോയി. പുതുക്കടയിലെ ഒരു ബേക്കറി ചെന്നിട്ട് അബിക്കുട്ടനുള്ള കേക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുവാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് മേടിച്ചത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്വീറ്റ്സും നോക്കണമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫേവറേറ്റ് സ്വീറ്റ്സ് നോക്കിയിട്ട് ഡയറി മിൽക്കിൻ്റെ മുട്ടായിയാണ് മേടിച്ചത് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നല്ല സന്ധ്യയായി. ഒരു 7 മണിയൊക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡെക്കറേറ്റൊക്കെ ചെയ്തു. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ വിളിച്ച് പെട്ടെന്ന് തന്നെ കുറഞ്ഞൊരു ഡെക്കറേറ്റൊക്കെ ചെയ്തു. അബിക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചു. അങ്ങനെ ഈ വർഷത്തെ അബിക്കുട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലവണ്ണം കേക്ക് മുറിച്ചു. ഞങ്ങൾ 3 പേരായിട്ട് പിന്നെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു. നല്ലവണ്ണം ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. താങ്ക് യു.